മക്കളെ വണക്കം. സേതുപതി സാർ ഇന്ന് ഫയർ മോഡാണ്. പവിത്ര മാത്രമല്ല ഈ ആഴ്ച സേതുപതി സാറും ഫയർ മോഡാണ്, നമ്മുടെ ബിഗ് ബോസും ഫയർ മോഡാണ് കേട്ടോ. അൻഷിതയെ വാരി കലക്കി പെറുക്കി എടുത്തെന്ന് വേണം പറയാൻ. കാരണം കുറേ ആഴ്ചകളായി അൻഷിത രക്ഷപ്പെട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. അൻഷിതയെ ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഫയർ ചെയ്തിട്ടുണ്ട്. നാളെയും ഫയർ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം അൻഷിതയ്ക്ക് മാത്രം വീക്കിലി ടാസ്കിൽ എന്തുമാകാം, ടാസ്കുകളിൽ എന്തുമാകാം, റൂൾസ് ഫോളോ ചെയ്യേണ്ട എന്നുള്ളൊരു തോട്ട് അൻഷിതയ്ക്ക് ഉണ്ടായിരുന്നു. അത് ഇന്നത്തോടെ മാറി കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. നാളത്തെ കഴിഞ്ഞ തൊട്ട് വീണ്ടും വീക്കിലി ടാസ്ക് ഉണ്ട്. അതിനും വീണ്ടും ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ഫോയിലായി പോകും അല്ലേ. അത് കാരണമുണ്ട് അൻഷിതയെ ഫയർ മോഡ് ചെയ്തത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ടാസ്ക് കൊടുത്തത് കളിക്കാൻ പറഞ്ഞാൽ അവസാനം നമ്മളെ കളിക്കാൻ അവർ നോക്കുമല്ലേ. ഒന്നെങ്കിൽ അവർ തോറ്റു കൊടുക്കും, ഇല്ലെങ്കിൽ അവർ ജയിക്കാൻ നോക്കും. ഇത്തവണ അവർ കളിച്ചത് ബിഗ് ബോസിനോടാണ്. ബിഗ് ബോസ് അങ്ങനെ വെറുതെ വിടുവോ? ഇല്ല. ബിഗ് ബോസ് കൊടുത്ത ഒരു ട്വിസ്റ്റ്, ക്യാപ്റ്റൻസിയെ എടുത്തു കളഞ്ഞു. നോമിനേഷൻ ഫ്രീ എന്ന് പറഞ്ഞ റയാനോട് കൂടി തീർന്നു പോയി. അതാണ് ഗെയിം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇൻട്രഡക്ഷൻ ചെയ്തുകൊണ്ടാണ് കേട്ടോ വിജയ് സേതുപതി സാറ് എൻട്രി ചെയ്യുന്നത്. അത് കഴിയുമ്പോഴത്തേക്ക് ഇനി ഫ്രൈഡേയിലുള്ള എപ്പിസോഡിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ കാണാം എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യക്ക് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുറേ കാറ്റഗറൈസ്ഡ് ആണ്. അതായത് നല്ല ഫ്രണ്ട്സ്, അഴുക്ക് ഫ്രണ്ട്സ്, ടാസ്കിന് വേണ്ടിയുള്ള ഫ്രണ്ട്സ്, അതേപോലെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. വെളിലോകത്തേക്ക് പോകുമ്പോൾ വേറെ കുറച്ച് ഫ്രണ്ട്സ്, അവരെ ഇതിൻ്റെ ആവശ്യം ഇവിടെ വേണ്ട, അത് വെളിയിലേക്ക്, ഇവിടെ ഉള്ളവർ വെളിലോകത്തോടും വേണ്ട എന്ന് ജാക്കിൽ മുഖത്തടിച്ച പോലെ സൗന്ദര്യയുടെ പറയുന്നുണ്ട്. ഒപ്പം റയാനും ഉണ്ട് കേട്ടോ. മുത്തുക്കുമാർ ഒറ്റയ്ക്കിരുന്ന് സംസാരമാണ്. കാരണം കഴിഞ്ഞ ദിവസം തൊട്ട് സോറി പറഞ്ഞ് മുത്തുക്കുമാറിന് വയ്യാതായിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് വീണ്ടും ബിഗ് ബോസിനോട് സോറി പറയുകയാണ്. അതേപോലെ സൂരി, അതായത് നമ്മുടെ വിടുതലൈ 2-ലെ സൂരി എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഇന്ന് റിലീസിനോടൊക്കെ അനുബന്ധിച്ച് കുറച്ച് സ്വീറ്റ്സും അല്ലാത്ത ഫുഡും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കഴിക്കുന്നത് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഹിമാലയ ടാസ്ക് ജയിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അവർക്കുള്ള സ്പാ ഇന്ന് വന്ന ദിവസമായിരുന്നു. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗന്ദര്യ, റാണവർ, റയ്യാൻ, മുത്തുക്കുമാർ, രഞ്ജിത്ത് എല്ലാവരും കൂടെ ആക്ടിവിറ്റി ഏരിയയിൽ പോവുകയും അവർക്കത് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കുന്നത് നമുക്ക് കാണുന്നുണ്ടായിരുന്നു. ഏതൊക്കെ ചെയ്തു കൊടുക്കുന്നോ അതിൻ്റെ എല്ലാം നമുക്ക് ആ പിക്ക് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് നമ്മൾ ബാക്ക് ടു എപ്പിസോഡിലേക്കാണ് വരുന്നത്. അപ്പം ആദ്യമേ തന്നെ നമ്മുടെ വിശാലും ജഫ്രിയും കൂടെ പാട്ട് പാടാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പാടാൻ പറയുന്നുണ്ട്. അത് ടാസ്ക് ബേസിലാണ് പാടുന്നത്. അപ്പോൾ പാട്ടിൽ അവസാനം വന്നിട്ട് ഒരു ട്വിസ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ട്വിസ്റ്റ് വെച്ചിട്ട് സേതുപതി സാറ് പറയുന്നുണ്ട്, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഏറ്റവും അവസാനം ഇങ്ങനെ പാടിയാൽ മതിയല്ലോ എന്നും കൂടെ പറയുന്നുണ്ട്. അതേതാനും നല്ലൊരു അടിയായിട്ട് തന്നെ അപ്പം തന്നെ ജഫ്രിയുടെ മുഖം വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും റാണവിനോട് ചോദിക്കുന്നുണ്ട്, പരിക്കൊക്കെ ഏറ്റാലും ടാസ്കിൽ പങ്കെടുക്കണം എന്നുള്ളൊരു തിങ്ക് റാണവിന് വന്നത് നന്നായി, അത് കമൻട്രി പോലെ കൊടുക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് അരുണിനോട് പറയുന്ന വിഷയം അതേപോലെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ തവണ ഉണർന്നിട്ടില്ലായിരുന്നു, ഒരു ആബ്സെൻറ്റ് പോലെയാണ്, ആബ്സെൻ്റ് ആവാതെ കളിക്കും, നല്ല ഫയർ മോഡാവും, പക്ഷേ ചിന്തിക്കുന്ന ഇച്ചിരി മാറ്റി ചിന്തിക്കാൻ പറയുന്നുണ്ട്. മഞ്ജരിയോട് പറയുന്നത് നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറയുന്ന മിക്ക പോയിന്റ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മുടെ പവിത്രയോട് പറയുന്നത് ഫയർ മോഡാണ്, എന്നാൽ ഇച്ചിരി കൂടെ വേണം എന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറച്ച് പേരോടൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ദീപകിനോട് പറയുന്നത് നല്ലതായിരുന്നു, ജാക്ലിനോട് പറയുന്നതുകൊണ്ട് നല്ലതായിരുന്നു. അത് കഴിയുമ്പോൾ റാണവ് അഭിനയിക്കുവാണെന്ന് ആരൊക്കെ പറഞ്ഞു എന്ന് പറയാവുന്നതാണ്. അതൊക്കെ എന്നെക്കാൻ പറയുന്നുണ്ട്. വിശാൽ, സൗന്ദര്യ, ജഫ്രി, അൻഷിത, മുത്തുക്കുമാർ, റയൻ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരാൾക്ക് പരിക്കേൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് അൻഷിതയോടൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് എന്താണ് ഈ പറയുന്നത്, നമുക്ക് ഒരാൾ വയ്യാതെ കിടക്കണം, അത് ശത്രുവായെങ്കിൽ പോലും അയാളെ നമ്മൾ നോക്കുക എന്നുള്ള ഒരു മൈൻഡില്ലേ, അത് നിങ്ങൾക്ക് വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫയർ ചെയ്യുന്നുണ്ട്. അൻഷിതയോട് പറയുന്നത് ഏഞ്ചൽ പോലെ നിന്ന ആൾ എന്നെ പുറത്ത് വിടൂ, വീടിൻ്റെ പുറത്ത് വിടൂ എന്ന് പറഞ്ഞ ആൾ. അതേപോലെ ഫുഡിൻ്റെ പേരിൽ എന്നെ ഒന്നും പറയരുത്, അതിൻ്റെ പേരിൽ വലിയ വിഷയം ഉണ്ടാക്കി ആ അൻഷിത എവിടെ പോയി, ഈ അൻഷിത ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം എന്തുകൊണ്ടാണ് ചെയ്യുന്ന അൻഷിത ഇങ്ങനെ അല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ഡേർട്ടി ഗം ആരാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അൻഷിത എന്ന് പറഞ്ഞ് ഞങ്ങളെ രണ്ടിനെയും കൂടെ അറ്റാക്ക് ചെയ്തു, അതേ പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ചോദിക്കുന്നത് ആദ്യത്തെ ദിവസം ആരൊക്കെയാണ് അറ്റാക്ക് ചെയ്തത്, വിശാലിൻ്റെ ടീം ഏതായിരുന്നു ചോദിക്കുന്നത്, റെഡ് ടീം. അപ്പം നിങ്ങൾ രണ്ടും കൂടെ ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ ചെയ്ത അത് കുഴപ്പമില്ല, അവർ ചെയ്ത അത് ഡേർട്ടി ഗെയിം അല്ലേ, എന്താണിത് അൻഷിത എന്ന് ചോദിക്കുന്നത്. അൻഷിതയ്ക്ക് നല്ല രീതിയിൽ ഫയർ മോഡാണ് കേട്ടോ. നല്ല രീതിയിൽ സെങ്കല ടാസ്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്.
അപ്പം എന്തുകൊണ്ട് ചോദിക്കുന്നുണ്ട്, റെഡ് ടീം എന്തുകൊണ്ട് പിങ്ക് ടീമിൻ്റെ കൂട്ടത്തിൽ കളിച്ചു എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യം അവിടെ ഒറ്റയ്ക്കുന്ന ഡിഫൻഡും ആ കട്ടയൊക്കെ നോക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തം ടീമിന് കളിച്ചില്ല എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് അവരുടെ ടീമിന് വേണ്ടിയാണ് കളിച്ചത്. കുറച്ച് എക്സ്പ്ലനേഷനൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ നമുക്കാർക്കും അങ്ങോട്ട് രസിക്കുന്ന രീതിയിലുള്ള എക്സ്പ്ലനേഷൻ അല്ലായിരുന്നു. റെഡ് ടീമിന് വേണ്ടി കളിച്ചു. അപ്പോഴത്തേക്ക് ഉടനെ ഏറ്റവും അവസാനം നമ്മുടെ ജാക്ലിൻ പറയുന്നുണ്ട്, നിങ്ങൾ ആ ബ്ലൂ ടീമിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിങ്ക് ടീമിന് കൊണ്ടുവന്ന് ഞങ്ങളുടെ കട്ടകൾ ബ്ലൂ ടീമിൻ്റെ കട്ടകൾ കൊടുത്തപ്പോൾ ആ കട്ട പിറക്കി സ്വന്തം ടീമിൽ വെച്ചിരുന്നെങ്കിൽ ബ്ലൂ ടീം ഔട്ടാകുകയും നിങ്ങൾ ഇന്നാവുകയും ചെയ്യത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് സേതുപതി സാറ് കൈ തട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ടീമിൽ ഒരാൾ മാത്രം ഇന്ന് കളിക്കുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്ക് പാവമായിട്ട് തോന്നി, നിങ്ങൾക്ക് പാവമായിട്ട് തോന്നിയില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യോട് ചോദിക്കുന്നത് വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിളിച്ചായിരുന്നു സാർ, അവർക്ക് വേണ്ടി കളിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാണ്, പിന്നെ എനിക്ക് ആകെയുള്ള 4 കട്ടയും ഞാൻ സംരക്ഷിച്ച് ഞാൻ അവിടെ തന്നെ ഇരുന്ന് ഏറ്റവും അവസാനം അതും കൊണ്ട് ഏറ്റവും അവസാനം ഞാൻ ഔട്ടുമായി എന്ന് പറയുന്നുണ്ട്. സൗന്ദര്യം മാത്രം അതിൽ ഡിഫെൻഡ് ചെയ്ത് നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി സ്ട്രാറ്റജി അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. ആരാണ് സ്ട്രാറ്റജി എടുത്ത് കളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൗന്ദര്യം വന്ന് മുത്തുകുമാറിൻ്റെ, പവിത്ര മുത്തുകുമാർ, മഞ്ജരി വന്ന് വിശാലിൻ്റെ, രഞ്ജിത്ത് വന്ന് മുത്തുകുമാറിൻ്റെ, ജാക്ലിൻ വന്നിട്ടും അൻഷിതയുടെ, ദീപക് വന്ന് റാണവിൻ്റെ, വിശാൽ വന്ന് ജാക്ലിൻ്റെ, അൻഷിത വന്ന് ജാക്ലിൻ്റെ, റയാൻ വന്ന് ജെഫ്രിയുടെ, റാണവ് വന്ന് സൗന്ദര്യയുടെ, മുത്തുകുമാർ വന്ന് ജെഫ്രിയുടെ പേര് പറയുന്നുണ്ട്. ഇതിൽ വിശാൽ വന്നിട്ട് ജാക്കിൻ്റെയും അൻഷിതയും ജാക്കിൻ്റെയാണ്. കാരണം അൻഷിതയെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇപ്പം ജാക്ലിനാണല്ലോ ഏറ്റവും കൂടുതൽ, അത് കാരണം കൊണ്ട് തന്നെയാണ് വിശാലും പറഞ്ഞിരിക്കുന്നത്. അതിലെന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്ലിൻ പറയുന്നുണ്ട്, നമുക്ക് കാല് വേദനിക്കുന്നതെന്ന് അവർക്ക് കാല് വേദനിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വിട്ടുകൊടുക്കുക, നമുക്ക് കാല് വേദനിക്കുന്നത് പറഞ്ഞാൽ അവർ വിട്ടുകൊടുക്കില്ല. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു വേദനയോ എന്തെങ്കിലും ഒരു ടാസ്കിൽ എന്തെങ്കിലും പറ്റിയാൽ മറ്റുള്ളവർ നമ്മൾ തന്നെയായിട്ട് നോക്കണം. അൻഷിതയ്ക്ക് മാത്രം വന്നു കഴിഞ്ഞാൽ ഉടനെ ക്യാപ്റ്റൻ വിശാൽ വന്നാലേ അത് ശരിയാവുള്ളൂ എന്നുള്ളത്, എന്തിനും വിശാൽ വന്ന് നിൽക്കണം എന്നുള്ളൊരു തോട്ട് ഉണ്ടാവണം എന്ന് തുറന്നടിച്ച് പറയുന്നുണ്ട്. കാരണം ഇപ്പം അടുത്ത കോംബോ വിശാലും അൻഷിതയായിട്ടാണ് രൂപക്കൊണ്ടിരിക്കുന്നത്. അടുത്തത് നല്ല കോംബോ ആയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയായിരുന്നു. നാളെ ഇനി ആരാണോ, എനിക്ക് തോന്നുന്നു മിക്കവാറും രഞ്ജിത്ത് ഔട്ടാകാൻ ചാൻസ് കൂടുതലാണ്. നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം കേട്ടോ.